കേരളം BJP ഭരിക്കും എന്ന് BJPയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള വക്താക്കളും ശക്തിയുക്തം വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ BJP അധികാരത്തിലേക്ക് വരും എന്നതിൻ്റെ വഴി ഒരിക്കൽ തുറന്നു കാണിച്ച നിയോജക മണ്ഡലമാണ് നേമം. നേമത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ താമര വിരിഞ്ഞ്. രാജഗോപാൽ അത് അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് നേമം പൂട്ടിക്കുകയാണ് CPM ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്തുണ്ടായിരുന്ന സീറ്റ് BJPക്ക് നഷ്ടമായി. അപ്പോൾ CPM പറഞ്ഞു BJPയുടെ നേമം സീറ്റ് ഞങ്ങൾ പൂട്ടിച്ചു. അവർ മാത്രമാണ് പൂട്ടിച്ചല്ല, അതിൽ തുല്യമായിട്ടുള്ള പങ്കാളിത്തം യഥാർത്ഥത്തിൽ അവിടെ മത്സരിക്കാൻ പോയ മുരളീധരനോട് കരുണാകരൻ്റെ മകൻ മുരളീധരനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ മുരളീധരൻ്റെ ഒരു ശക്തിയായ മത്സരമാണ് യഥാർത്ഥത്തിൽ CPMനോട് വിജയിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞു നമ്മൾ പുതിയ കാലത്ത് വരികയാണ്. പുതിയ കാലത്ത് വരുന്നുള്ള പ്രത്യേകത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പ് നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന് 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്ത ഒരു നിയോജക മണ്ഡലം, ഉറപ്പ് BJPയുടെ നിയോജകമണ്ഡലം എന്നവർ പറയും. രണ്ടാമത് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അവിടെ നിയമസഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷം BJPക്കാണ്. BJPക്ക് കേരളത്തിൽ 2 ഇടങ്ങളിൽ മാത്രമാണ് അങ്ങനെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളൂ. അതൊന്ന് നേമവും മറ്റൊന്ന് വട്ടിയൂർക്കാവുമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തിൽ BJPക്ക് 2 സീറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ 2 എണ്ണത്തിൽ ഒന്ന് നേമവും രണ്ടാമത്തെ വട്ടിയൂർക്കാവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അനാലിസിസിൽ ഏർപ്പെടുന്നത്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേണിലല്ല വോട്ടിംഗ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിലല്ല വോട്ടിംഗ് നടക്കാൻ പറ്റും. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. അവിടെ എന്തുകൊണ്ടാണ് CPMന് അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ആ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ ശിവൻകുട്ടി എന്ന് പറയുന്നതായിട്ടുള്ള മന്ത്രിക്കുള്ള പ്രാമുഖ്യവും പ്രാധാന്യവും അടുപ്പവുമാണ്. അവിടെയുള്ള എല്ലാ മനുഷ്യരുമായിട്ട് സാധാരണ രീതിയിൽ ബന്ധം സ്ഥാപിച്ച് അവരുടെയൊക്കെ അണ്ണനായി നടക്കുകയാണ് ശിവൻകുട്ടി. ആ ബന്ധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് എപ്പോഴും കാരണമായി മാറിത്തീരുന്നത്. ആ ബന്ധം, അണ്ണൻ തമ്പി ബന്ധം എന്ന് പറയുന്നത് സൃഷ്ടിക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്.